ഹായ് ഫ്രണ്ട്സ്, അതെ ഇന്ന് ശനിയാഴ്ച. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ കേട്ടോ നിങ്ങളെ കാണിക്കാൻ പോണേ. അപ്പോൾ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് ഇന്ന് കുട്ടിക്കുറുമ്പിക്ക് ക്ലാസ് ഇല്ല കേട്ടോ. പക്ഷേ അവൾക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നു. ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്നാ കേട്ടോ. അപ്പോൾ ഇവർ തമ്മിൽ ഭയങ്കര കളിയിലായിരുന്നു കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ തോന്നും ഭയങ്കര സ്നേഹമാണല്ലോ. പക്ഷെ ഞാൻ ഈ അടിച്ചു വാരൽ പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ അവർ അടി കൂടിയായിരുന്നു കേട്ടോ. അതാണ് ഇവിടുത്തെ അവസ്ഥ. ഇവിടുത്തേന്ന് മാത്രമല്ല, ഒട്ടുമിക്ക എല്ലാ വീടുകളിലും ഇത് തന്നെയായിരിക്കുമല്ലോ അവസ്ഥ. അപ്പോൾ കുഞ്ഞിക്കുറുമ്പിയുടെ കുറച്ച് ഡ്രസ്സ് അലക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് എൻ്റെ കുളി കഴിഞ്ഞിട്ട് അലക്കാമെന്ന് ഓർത്ത് ഞാൻ അവിടെ വെച്ചോട്ടു അത്. അപ്പോൾ കുട്ടിക്കുറുമ്പിനെയും കുഞ്ഞിക്കുറുമ്പിനെയൊക്കെ നേരത്തെ കുളിപ്പിച്ചായിരുന്നു കേട്ടോ. കണ്ട, ഞാൻ പറഞ്ഞില്ലേ, ആ അടിച്ച് കഴിയണതിന് മുമ്പ് തന്നെ അവർ തമ്മിൽ വഴക്കൂടി. ഈ കുഞ്ഞിക്കുറുമ്പി അങ്ങനെയാണ് കേട്ടോ. എന്തെങ്കിലും ഒരു കാര്യത്തിന് പെട്ടെന്ന് വഴക്കൂടും. പിന്നെ അത് എൻ്റെ പുറകെ വരുവാണ്, അമ്മേനെ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ട് വരാൻ കേട്ടോ. അപ്പോൾ ചേച്ചി പെണ്ണ് അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി വരാൻ കേട്ടോ. അപ്പോൾ ഈ അടിച്ചു പറഞ്ഞതിൻ്റെ ഇടയിലും പിന്നെ ഇവർ രണ്ടുപേരുടെയും വഴക്ക് മാറ്റണതിൻ്റെ ഇടയിലും മീൻകറി അടുപ്പത്തിരുന്നേരം ഞാൻ ചെറുതായിട്ടൊന്ന് മറന്നുപോയിരുന്നു. അപ്പോൾ തുറന്നു നോക്കിയപ്പോൾ വെള്ളം അത്യാവശ്യം ചെറുതായിട്ട് പറ്റിയിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഞാൻ വേഗം തേങ്ങ അരപ്പൊക്കെ ഒഴിച്ച് അതൊന്ന് ശരിയാക്കിട്ടെ. ചെറുതായിട്ടൊന്ന് അടി പിടിച്ചിട്ടുണ്ടായിരുന്നു, ചെറുതായിട്ട്, ഒരുപാടൊന്നുമില്ല, ചെറുതായിട്ട്. എന്നിട്ട് പിന്നെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കഴിഞ്ഞപ്പോൾ സെറ്റാക്കിയിട്ടാണ്. അപ്പോൾ അയലക്കറിയാണേ. പിന്നെ പാത്രങ്ങൾ ഇവിടെ എപ്പോഴും ഉണ്ടാവില്ല, എല്ലാ വീട്ടിലത്തെയും പോലെ തന്നെ ഇവിടെ എപ്പോഴും പാത്രങ്ങൾ സിങ്കിൽ ഇങ്ങനെ കുറച്ചൊക്കെ 1-2 ഉണ്ടാവും. അങ്ങനെ പിന്നെ കറിയൊക്കെ ശരിയാക്കിയതിന് ശേഷം കുഞ്ഞിക്കുറുമ്പിക്ക് ചോറ് കൊടുത്തു കേട്ടോ. അപ്പോൾ കുറുമ്പിക്ക് മീൻകറി അത്ര ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് അവൾക്ക് കുറച്ച് തൈരൊഴിച്ച് കേട്ടോ ചോറ് കൊടുത്തത്. അപ്പോൾ തൈരൊഴിച്ച് കുട്ടിക്കുറുമ്പി തൈരൊഴിച്ച് കഴിക്കുന്നുണ്ട്. കുഞ്ഞിക്കുറുമ്പിക്ക് തൈര് വേണം. എന്നിട്ട് പിന്നെ അവൾക്ക് കുറച്ച് പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കൈ കഴുകാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് നിർത്തിയതാണ് കേട്ടോ. അവളെ കൈ കഴുകാൻ വേണ്ടി കൊണ്ടുവന്ന് നിർത്തി കഴിഞ്ഞാൽ അവൾ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും കഴുകിത്തരും. അതാണ് എൻ്റെ കുട്ടിക്കുറുമ്പി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഫോണൊക്കെ മാക്സിമം ശ്രദ്ധിക്കും എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ. ഇനിയിപ്പോൾ അതെടുത്തെങ്ങനെ കഴുകാൻ തോന്നിയാലോ, അതായിരുന്നുണ്ട്. അങ്ങനെ പിന്നെ എൻ്റെ കുളിയും അലക്കും ചോറിനലും എല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം ഞാൻ കുറച്ച് ചെടി നടാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചെടികളൊക്കെ നട്ട് കഴിഞ്ഞിട്ട് പിന്നെ ചെടികളൊക്കെ കുറച്ച് ഇങ്ങനെ ഇവിടെ കോഴികളൊക്കെ ഉള്ളായിരുന്നുകൊണ്ട് ഞാൻ ചെടി നടും, കോഴികളത് കൊത്തി പുറത്തേക്കിടും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തേത്. ചട്ടിയിലാണ് വയ്ക്കണമെങ്കിൽ, ചെറിയ പാത്രത്തിലാണ് വയ്ക്കണമെങ്കിൽ ആ പാത്രം കോഴികളും പൂച്ചയൊക്കെ തട്ടിമറിച്ചിടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ നോക്കൂട്ടോ, മറിച്ചിട്ടിട്ടുണ്ടോ എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കൂട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ചെടിയുടെ പുറകെ നടന്നു. കുഞ്ഞിക്കുറുമ്പീനെ ഉറക്കിയതിന് ശേഷമാണ് ഞാൻ പുറത്തുള്ള പണികൾ നോക്കുള്ളൂ. അല്ലെങ്കിൽ അവൾ റോട്ടിലേക്ക് ഓടും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കും. അത് കാരണം കൊണ്ട് ഒന്നില്ലെങ്കിൽ മണ്ണ് വാരി കളിക്കും, അങ്ങനെയൊക്കെ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ അവളെ ഉറക്കിയതിന് ശേഷമാണ് കേട്ടോ പുറത്തുള്ള പണിയൊക്കെ ചെയ്യാറുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അതേ എൻ്റെ കുട്ടിക്കുറുമ്പി, അവൾക്ക് ക്ലേ എന്ന് പറഞ്ഞാൽ ഭയങ്കര വീക്ക്നെസ്സാണ്. ക്ലേ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കും. അപ്പോൾ ഈ ഉണ്ടാക്കിയേക്കണത് റോസാപ്പൂവാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോ സാധനങ്ങൾ അവൾക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാവേ. എന്തുട്ടുണ്ടാക്കണേ? ചെറുതായി പോയി.